ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ മോർണിംഗ് ബ്രീഫിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2025 ഫെബ്രുവരി 24 തിങ്കളാഴ്ചയാണ്. ഒരാഴ്ചയുടെ തുടക്കമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് നോക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 22,000 എത്തില്ല എന്നാണ് ജിയോജിത്തിൽ നിന്നുള്ള എക്സ്പേർട്ട് ആനന്ദ് ജെയിംസ് പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക് ടൈംസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് 22,000 എത്തുന്നതിന് മുൻപേ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. സോ നമുക്കും അതേ പ്രതീക്ഷയിൽ നിൽക്കാം. 270 ജിഗാവാട്ട് പവർ ഈ വേനൽക്കാലത്തേക്ക് നമുക്ക് ഇന്ത്യക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് സർവേ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇപ്പോഴുള്ള പ്രൊഡക്ഷനായിട്ട് ഇത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെയാണ് മിനിസ്ട്രി പറയുന്നത്. സോ എന്തായാലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. US മാർക്കറ്റിൽ ഏറ്റവും മോശമായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അതായത് ഡോ ജോൺസ് 1.7% താഴോട്ട് പോയത്. ട്രംപിൻ്റെ പോളിസി അല്ലെങ്കിൽ താരിഫ് നികുതി ഭേദഗതിയിലുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിനെ ഈ രീതിയിൽ മുകളിലോട്ടും താഴോട്ടും പിടിച്ചു വലിക്കുന്നത്. ദെൻ ഇന്ത്യയുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു മുന്നേറ്റം, അത് പ്രൊഡക്ഷനായാലും കൺസംഷനായാലും അല്ലെങ്കിൽ ഉപയോഗമായാലും അതിൻ്റെ നിർമ്മാണമായാലും ചൈനയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇന്ത്യ മുന്നേറുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് രാവിലെ തന്നെ കേൾക്കാനുള്ളത്. ദെൻ ട്രംപിൻ്റെ സ്റ്റീലിൻ്റെ മുകളിലും പുള്ളിക്കാരൻ നികുതിയുടെ കാര്യങ്ങളിൽ കുറേ കൈകടത്തൽ നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയെയും വിയറ്റ്നാമിനെയാണ്. ഓൾമോസ്റ്റ് 25% ഈ രണ്ട് കൂട്ടരാണ് സപ്ലൈ ചെയ്യുന്നത്. ടെസ്ലയുടെ ഇന്ത്യയിലേക്ക് ഉള്ള വരവ് എന്തായാലും ഗവൺമെൻറ് അതിനെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ മേജർ EV സപ്ലൈയിൽ ഒരു മേജർ റോള് ഇന്ത്യക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ പ്രീമിയം ലെവലിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഇന്ത്യയിൽ അതിൻ്റെ സെയിൽസ് ഇന്ത്യയിൽ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതായത് 2 വർഷം കൊണ്ട് അത് 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ്. പ്രീമിയം ലെവലിലുള്ള കാറുകൾ, എൻട്രി ലെവലിലുള്ള അല്ലെങ്കിൽ ബേസിക് കാറുകളല്ല, പ്രീമിയം ലെവലിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഇനിയിപ്പോൾ ടെസ്ലയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ആ ഒരു കാറ്റഗറിയിലേക്കാണ് അത് വരിക. സ്വാഭാവികമായിട്ടും അതിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ റോഡുകളിൽ അത് എത്രത്തോളം വിജയിക്കും, അതിൻ്റെ അവരുടെ ഓട്ടോ ഡ്രൈവിംഗ് ഒക്കെ ഉള്ള കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ എത്ര വിജയിക്കും എന്നുള്ളത് കണ്ടറിയണം. ദെൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഡെയിലി 25ഓളം ആൾക്കാർക്ക് 1 മന്ത് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം 25 മെമ്പേഴ്സ്, അതുപോലെ മാക്സിമം 1 മാസം. അതെല്ലാം തന്നെ റാൻഡം പിക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രേഡേഴ്സ് അരീനയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മന്ത് സബ്സ്ക്രിപ്ഷൻ അപ് ടു 1 മന്ത് കേട്ടോ. 1 മന്ത് എല്ലാവർക്കും 1 മന്ത് ആയിരിക്കില്ല, അത് റാൻഡം പിക്കാണ്. ഓരോരോ എത്ര വിന്നേഴ്സിന് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ളത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സോ അതിൻ്റെ വഴിക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും നിങ്ങൾ വിന്നറാണെങ്കിൽ. ദെൻ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ 2 ഇൻഡെക്സുകൾ നെഗറ്റീവും 1 ഇൻഡെക്സ് പോസിറ്റീവാണ്. സോ നമുക്കതിനെ അങ്ങനെ തന്നെ വിട്ടേക്കാം. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാൻ നിക്കിയും ഹാങ്സങ്ങും ഏഷ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ്. ചൈനയുടെ മാർക്കറ്റ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ലോകത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ചൈനയുടെ മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ജപ്പാൻ്റെ മാർക്കറ്റ് ഇന്ന് അവിടുത്തെ രാജാവിൻ്റെ ചക്രവർത്തിയുടെ ജന്മദിനമോ അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷനാണ് മെയിനായിട്ട് ആ നാട്ടിൽ. സോ അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ആയിരിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ട് 22,684 ഓപ്പണായ സ്ഥലത്ത് നിന്ന് 31 പോയിൻറ്റ് മുകളിലാണുള്ളത്. പക്ഷേ ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ 139 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അത് ഇന്നലെ ക്ലോസ് ചെയ്ത് 22,792. ഇന്നലെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിലാണ്. അപ്പോൾ അവിടെ നിന്ന് 139 പോയിൻറ്റ് താഴെയാണ് ഇന്ന് ഓപ്പണായത്. 139 പോയിന്റ് 31 പോയിന്റ് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ഒരു 100 പോയിന്റ് 108 പോയിന്റോളം ഇപ്പോഴും ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും താഴെയാണ്. ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വലിയൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ താഴോട്ട് പോയിട്ട് തിരിച്ച് ആഫ്റ്റർനൂൺ സെഷനിൽ റിക്കവറായി വന്നതാണ്.
സോ നോക്കാം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്. ഓവറോൾ ഒരു ബെയറിഷ് ട്രെൻഡിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അതൊരു സ്റ്റേബിളായി ഒരു കൺസോളിഡേഷനിൽ പോയി തിരിച്ച് ഒരു റാലിയിലേക്ക് വരണം. എന്തായാലും പെട്ടെന്ന് തന്നെ അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ സ്റ്റോക്കുകളുടെ ഒക്കെ പ്രൈസ് നല്ല രീതിയിൽ താഴെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കിയാൽ തന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഏകദേശം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ നല്ലതിനായിട്ട് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. ദെൻ ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ടാണ് പോയിട്ടുള്ളത്. $2,929 ഇന്നത്തെ പ്രൈസ്. അതുപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിലൊന്ന് സ്ലിപ്പായിട്ടുണ്ട്. ഇന്നലത്തേതിനേക്കാൾ കൂടുതലാണ് ഇന്ന് വന്നിരിക്കുന്നത്. 86 രൂപ 70 പൈസയാണ് ഒരു US$ന്റെ ഇന്നത്തെ നിരക്ക്. ദെൻ ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ജർമ്മനി IFO ബിസിനസ് ക്ലൈമറ്റ്, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഫൈനൽ, ബ്രസീൽ BCB ഫോക്കസ് മാർക്കറ്റ് റീഡ് ഔട്ട്, USA ഡെല്ലാസ് ഫെഡ് മാനുഫാക്ചറിങ് ഇൻഡെക്സ്. ഇത്രയും മേജർ ഈവൻറ്റ്സ് ആണ് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഞാൻ മിസ് ചെയ്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് യൂസ്ഫുൾ ആകും. അതുപോലെ ഇത് എന്നെ കേൾക്കുന്നവർ കമൻറ്റ് ബോക്സും ഒന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് ഒരുപാട് പേര് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതും കൂടി നിങ്ങളൊന്ന് വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികളൊന്നും തന്നെ ഇന്ന് സ്പൈസ് ജെറ്റിൻ്റെ മാത്രമാണ് ഞാൻ കണ്ടത്. ഒരു മേജർ ഇൻഡെക്സ് ഒരു സ്റ്റോക്ക് അല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. സ്പൈസ് ജെറ്റിൻ്റെ ഞാൻ കണ്ടിരുന്നു. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, മണപ്പുറം ഫിനാൻസ്, 2 സ്റ്റോക്കുകളാണ് ഇന്ന് F&O ബാനിൽ വന്നിട്ടുള്ളത്. ദെൻ കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,449 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,884 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ 564 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോവലാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. സെക്ടർ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ല. ആകെയുള്ളത് മെറ്റലാണ്. ഒന്ന് പിടിച്ചത് 1% ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റൽ സെക്ടറാണ്. ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് തന്നത്. സോ അത് പ്രത്യേകിച്ച് നമ്മൾ അതിനകത്ത് ഒന്നും പറയാനില്ല. മാർക്കറ്റിൻ്റെ ഒരു ഇപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് അതേപോലെ ETF എല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ദിവസം. പെട്ടെന്ന് തന്നെ ഇത് തിരിച്ച് കയറി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു മാക്സിമം പോയാൽ 20,000 ആയിരിക്കും മാക്സിമം പോയാലും എത്താൻ അവിടം വരെ ഒന്നും എത്തില്ല. ഒരുപാട് എക്സ്പേർട്ടുകൾ 22,000 താഴെ പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 20,000 ഒരു ഗ്യാപ്പ് ഫില്ലിങ് ബാക്കിയുണ്ട്. അത് മാത്രമാണ് എൻ്റെ മുന്നിൽ ഞാൻ ടെക്നിക്കലി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 20,000 ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ ഫില്ല് ചെയ്തിട്ട് തിരിച്ച് കയറി വരും എന്നുള്ളതാണ്. സോ നോക്കാം, എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്. നിഫ്റ്റി കഴിഞ്ഞ ദിവസം 22,913 ക്ലോസ് ചെയ്തു. 55 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്, അതായത് 0.24%. ദെൻ ഈ മാസത്തത് ഇപ്പോൾ ഇതുവരെയായിട്ട് എത്ര പോയിൻ്റ് ഈ ആഴ്ചത്തത് ഇന്ന് ആണ് അറിയാൻ സാധിക്കുക. ദെൻ ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 383 പോയിൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റാണ് നിഫ്റ്റി തന്നിട്ടുള്ളത്. മറ്റ് ഇൻഡെക്സുകൾ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ ദിവസം ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി 0.36%, സെൻസെക്സ് 0.16%, ബാങ്ക് ഫിൻ നിഫ്റ്റി 0.4%, മിഡ് ക്യാപ്പ് 0.13%, ബാങ്ക് എക്സ് 0.17%. ഇത്രയും എല്ലാം പോസിറ്റീവ് മൂവ്മെൻ്റാണ് കഴിഞ്ഞ ദിവസത്തിൽ കിട്ടിയിട്ടുള്ളത്. ദെൻ നമുക്ക് ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്ന നിഫ്റ്റിയുടെ 0.7 ആണ്. സോ അതൊരു ന്യൂട്രലാണ് സൂചിപ്പിക്കുന്നത്. മുകളിലോട്ടാണോ താഴോട്ടോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് പറയുന്നത്. ഹയസ്റ്റ് കോൾ വന്നിരിക്കുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 23,000-ലാണ്. 1,21,00,000. ദെൻ ഹയസ്റ്റ് പുട്ട് സ്ട്രൈക്ക് 22,500. ഹയസ്റ്റ് പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 22,500-ൽ 89 ലക്ഷമാണ്. സോ കോളിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ളത്. PCR വരുന്നത് 0.7 ന്യൂട്രൽ. നോക്കാം, എന്തായാലും പ്രത്യേകിച്ച് മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏത് ഭാഗത്തോട്ടാണോ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് അതിൻ്റെ കൂടെ ട്രേഡ് എടുത്ത് പോവുക എന്നുള്ളത് വിജയിക്കാൻ വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു മെത്തേഡാണ്. ഇന്ത്യ വിക്സ് 14.68 എന്താ പറയുക, ഇൻട്രാഡേ ട്രേഡേഴ്സിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു വിക്സ് തന്നെയാണ്. സ്പോട്ട് പ്രൈസ് ഇപ്പോൾ ഉള്ളത് 22,913. ഇനി ഇന്നത്തെ CPR വന്നിരിക്കുന്നത് 22,882, 851, 821, 30 പോയിന്റിൻ്റെ ഗ്യാപ്പ് ഉണ്ട്.
സോ CPR അവിടെയാണ് കിടക്കുന്നത്. അതേപോലെ നോട്രേറ്റ് സോൺ ആണെങ്കിൽ 22,865 22,841 എന്ന റേഞ്ചിൽ 24 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പിലാണ് അത് കിടക്കുന്നത്. ദെൻ 22,865 കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 23,083 വരെ മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്, ഉറപ്പിക്കരുത്. അതേപോലെ 22,841 കട്ട് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ 22,743 വരെയും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. സോ മനസ്സിലതൊന്ന് ഓർത്തു വെച്ചോളുക. മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ ചാനൽ നിങ്ങളൊന്ന് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അത് ജോയിൻ ചെയ്യുക. ദെൻ നമുക്ക് ഇന്നത്തേക്ക് ഈ ഒരു ഹൈലൈറ്റ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം രാവിലെ വീണ്ടും കാണാം. സേഫായിട്ട് ട്രേഡ് ചെയ്യുക, ലോസ് ഇല്ലാതെ പ്രോഫിറ്റിലേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കുക. കാരണം എല്ലാവരും ലോസ് ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക ട്രേഡേഴ്സും പ്രോഫിറ്റ് കണ്ടതിന് ശേഷമാണ് അവർ ലോസിലേക്ക് പോയിട്ടുണ്ടാവുക. സോ ലോസിനെ ഒഴിവാക്കി ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ആ പ്രോഫിറ്റിൽ തന്നെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.